യെസ്, രാഖി, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമുക്ക് ആദ്യം പോകാനുള്ളത്. വനിതാ സംവരണ ബിൽ. ഷാമി, അതേക്കുറിച്ചിട്ട് ഷാമിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം കോൺഗ്രസ് വെട്ടില്ലേ? അതെ, കാരണം എന്താന്ന് വെച്ചാല് ചില പ്രതികരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മെ വല്ലാതെ വിഷമിപ്പിക്കും. കാരണം സ്ത്രീ പ്രാതിനിധ്യമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും ചില സ്ത്രീകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നത് കാണുമ്പോൾ ഇത് ഏതാണ് കാലം, ഇവർ എങ്ങോട്ടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുമെന്നുള്ളതാണ്. ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന എന്താണെങ്കിലും അതെ, അതിനി രാജ്യത്തിന് നല്ലതാണ് എങ്കിൽ പോലും രാജ്യത്തിന് പോട്ടെ, രാജ്യത്തിന്റെ കാര്യം ഇവർക്കൊക്കെ സെക്കൻഡറി ആണ്. പക്ഷേ ഇപ്പൊ എനിക്ക് വേണ്ടിയാണ് ഒന്ന് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നത് എന്ന് വിചാരിക്കാം, ഒരു സാധാരണക്കാരന് വേണ്ടിയാണ്, അതിനെ എതിർക്കുക. അപ്പോൾ എന്താണോ കൊണ്ടുവന്നത്, ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് കൃത്യമായി തന്നെ പറഞ്ഞു, എന്ത് കൊണ്ടുവന്നാലും നിങ്ങൾ എതിർക്കും. പരിഷ്കരണങ്ങൾ, CAA കൊണ്ടുവന്നു, GST കൊണ്ടുവന്നു, മുത്തലാഖ് കൊണ്ടൊക്കെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരെ 100% അവർക്കൊക്കെ കിട്ടിയ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതൊക്കെ ചെറിയ കാര്യമല്ല. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ഇതിനെ എതിർക്കുക. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നമ്മൾ നാടൻ ഭാഷയെ പറയൂലേ, അവനവനെ കുഴിച്ച കുഴിയിൽ വീഴുകയെന്ന്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും പെട്ടിരിക്കുന്നതാണ്. ഒന്ന്, ഇലക്ഷൻ വരാൻ പോവുകയാണ്. ബംഗാളും തമിഴ്നാടും ഒക്കെ വലിയ രീതിയിൽ തന്നെ സ്ത്രീ പ്രാതിനിധ്യമുള്ള ഒരു സംസ്ഥാനങ്ങളാണ്, വോട്ടർമാരുള്ള സംസ്ഥാനങ്ങളാണ്. അവർക്കൊക്കെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങളുടെ അവസരം ഇല്ലാതാക്കിയതിനെതിരെ അവർ പ്രതികരിക്കും. അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന നിമിഷമായി മാത്രം നമ്മൾ ഇതിനെ കാണണം എന്നുള്ളതാണ്. മാത്രമല്ല, ഇനി വരാൻ പോകുന്നുണ്ട്. കാരണം ഈ 543 സീറ്റിൽ നിലവിൽ അങ്ങ് നടപ്പാക്കിയോട് എന്നൊക്കെ പറഞ്ഞ് ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതല്ല നിലവിലെ റിയാലിറ്റി. മാത്രമല്ല, ഈ ഒരു ഡീലിമിറ്റേഷൻ സെൻസസ് പ്രക്രിയ പൂർത്തിയാക്കാൻ മിനിമം ഒരു 3 വർഷം എടുക്കും. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ഏതാണ്ട് 2031 32 കാലഘട്ടത്തിലേ നമുക്ക് ഇനി അടുത്ത ഡീലിമിറ്റേഷനിലേക്ക് കടക്കാൻ പറ്റും. പക്ഷെ ആ സമയത്ത് സ്വാഭാവികമായിട്ടും അന്ന് പ്രതിപക്ഷത്ത് ആരാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഭരണപക്ഷത്ത് BJP തന്നെ തുടരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എങ്കിലും ഈ കോൺഗ്രസ് തന്നെ പറയും, അതെ, നിങ്ങൾ ഇതൊന്ന് കൂട്ടുവോ പ്ലീസ് എന്ന് ചോദിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണോ കുഴിച്ചത് ആ കുഴിയിൽ തന്നെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും പെട്ടു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. രാഖി, ശ്രീകാന്ത് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ബില്ലിന്മേൽ ഇന്നലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു, വളരെ കൃത്യമായി അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പറഞ്ഞത്, ഇതിന് നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പെൺമക്കളുടെയും ശക്തമായ മറുപടി നേരിടേണ്ടി വരുമെന്ന്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. രാഖി, ശ്രീകാന്ത്, നമസ്തേ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷം. ആ നിമിഷത്തിലൂടെ കടന്നു പോകുന്നത് മറ്റാരുമല്ല, ഇന്ത്യ സഖ്യമാണ്. എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണത്തിലേക്ക് ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിന് പറയാൻ സാധിക്കുന്നുണ്ടോ ശ്രീകാന്ത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയത്. അതിൻ്റെ ഞെട്ടലിൽ നിന്നും ഇനിയും പ്രതിപക്ഷം മുക്തമായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതായത് പ്രതിപക്ഷം, കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തി എന്ന ബാലിശമായ ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്നത്. കാരണം അക്ഷരാർത്ഥത്തിൽ അവർ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. വിശേഷിച്ച് തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്ന ഈ പ്രതികരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിറുന്തലയ്ക്കുള്ള അടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം പ്രൈം മിനിസ്റ്ററുടെ ഈ അഭിസംബോധനയോടുകൂടി രാജ്യമാസകലം BJP ഈ പ്രതിപക്ഷത്തിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുകയാണ്. വനിതകളെ അണിനിരത്തി രാജ്യമെമ്പാടും ഈ വനിതാ വിരുദ്ധ നിലപാട്, പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് BJP നീങ്ങാൻ പോകുന്നു എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ വനിതാ വിരുദ്ധർ, സ്ത്രീ വിരുദ്ധർ എന്നുള്ള പ്രതിച്ഛായ കോൺഗ്രസിനും TMCക്കും DMKയ്ക്കും ഒക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. ഇതുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് കോൺഗ്രസിനും അവരുടെ സഖ്യകക്ഷികൾക്കും മനസ്സിലാകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ്. 2011 കണക്കനുസരിച്ച്, ജനസംഖ്യ കണക്കനുസരിച്ച് 50% വരെ സീറ്റുകൾ തുല്യമായി നൽകാൻ തയ്യാറാണ് എന്ന് സഭയിൽ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചതാണ്.
പക്ഷേ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസും സഖ്യകക്ഷികളും തീരുമാനിച്ചത്. ഇനി 2027 ജനസംഖ്യ അനുപാതത്തിലുള്ള ഡീലിമിറ്റേഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 6 സീറ്റ് വരെ കേരളത്തിന് നഷ്ടപ്പെടാം. ഇന്നത്തെ അവസ്ഥയിൽ 6 സീറ്റ് വരെ നഷ്ടപ്പെടാം എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതായത് കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത നഷ്ടമാണ് എന്നുള്ള കാര്യം കൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കോൺഗ്രസും അതോടൊപ്പം തന്നെ CPIM-ഉം CPI-യും ഒക്കെ ചേർന്ന ഇടത് പാർട്ടികളും കൂടി സമ്മാനിച്ചതാണ് ഇത്. ജോൺ ബ്രിട്ടാസ് ഒക്കെ ഇന്നലെ തന്നെ ഘോരഘോര പ്രസംഗവുമായി ഇറങ്ങിയിട്ടുണ്ട്. എക്സ് പോസ്റ്റുകളൊക്കെ തന്നെ ഇടുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവരടക്കം ചേർന്നാണ് കേരളത്തിന് വലിയ നഷ്ടം സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല, ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വനിതകളെ കയറ്റി വനിതാ ശാക്തീകരണത്തിന് ഞങ്ങളാണ് മുന്നിൽ എന്ന് പറഞ്ഞവർ പാർലമെന്റിലേക്കുള്ള സ്ത്രീകളുടെ പ്രവേശനത്തിനുള്ള കവാടം കൃത്യമായി അടച്ചിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവരാണ് ഏറ്റവും മുന്നിൽ ഇതിനായി നിന്നത് എന്നുകൂടി ഓർക്കണം. ഇതാ BJP അത് രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ആ തുടക്കം അത് വലിയൊരു തുടക്കമാണ് എന്നുള്ളത് കൂടി നമ്മൾ തീർച്ചയായും രാഖിയുടെ ചോദ്യമുണ്ട്. ശ്രീകാന്തിനോടും ഒപ്പം തന്നെ രാഖിയോടും പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് മറ്റു മാധ്യമങ്ങളൊക്കെ വളരെ ഗംഭീരമായി പറയുന്നുണ്ട് മോദിക്ക് ചുട്ട മറുപടി കൊടുത്ത് ഇന്ത്യ സഖ്യമെന്ന്. മറുപടി എന്താണെന്നറിയോ? എന്നുള്ള രീതിയിൽ പോലും വിശേഷിപ്പിച്ചവരുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അല്ല, അത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് ഈ ചുട്ട മറുപടി എന്താണെന്നറിയോ? അയ്യോ മോദി കള്ളം പറയുന്നത്. എന്താണ് ഇതിൽ കള്ളം പറയുന്നത്? CA എതിർത്തില്ലേ? ഈ മുത്തലാഖ് എതിർത്തില്ലേ? GST എതിർത്തില്ലേ? രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കുകളൊക്കെ നിങ്ങൾ എതിർത്തില്ലേ കോൺഗ്രസെ? പിന്നെ ഇതിൽ എവിടെയാണ് കള്ളമുള്ളത്? ശ്രീകാന്ത്, രാഖിയുടെ ചോദ്യം. ശ്രീകാന്ത്, എന്തായാലും ഈ വിഷയം അത് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കണം എന്നുള്ളത് കൂടി നമുക്ക് പറഞ്ഞു വെക്കാം അല്ലേ? തീർച്ചയായും ഇതില് 2-3 കാര്യങ്ങളുണ്ട്. ഇന്നലത്തെ ശ്രീകാന്ത് പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്റ്റ് വാക്യം. ഇതൊരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വന്ന് കൃത്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ അക്കമിട്ട് തെളിവുകൾ അതെ അവരെ പോലെ ഓടി ഒളിക്കാനും രാജ്യം വിടാനൊന്നും അല്ല നമ്മുടെ പ്രധാനമന്ത്രി. ഇന്ന് മലയാള പത്രങ്ങളിൽ KC വേണുഗോപാലിന്റെ ലേഖനമുണ്ട്. കാരണം ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനല്ലേ, അത് വേറെ നിവൃത്തിയില്ല. എന്താണ് ഇവർ ചെയ്ത മണ്ടത്തരം എന്നുള്ളത് ഈ വീടെടുത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ പറയില്ല. അതുപോലെ KC വേണുഗോപാൽ നിരന്തരം പത്രങ്ങൾ ലേഖനം എഴുതുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുക്കിലും മൂലയിൽ ഓടി നടന്ന് മാധ്യമ സമ്മേളനങ്ങൾ വിളിക്കുന്നുണ്ട്. ഇന്നലെ പ്രിയങ്ക മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചു. പക്ഷെ അവിടെയൊക്കെ കൃത്യമായൊരു ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന് സാധിച്ചില്ല. നിങ്ങൾ എന്തിനാണ് ഇതിനെതിരെ നിന്നത്? അതിനൊരു ലളിതമായ ഒരു ഉത്തരം പറയൂ എന്ന് നമ്മൾ ചോദിക്കില്ലേ? ഒന്ന് ലളിതമായി പറയാമോ? അവർക്ക് അതേക്കുറിച്ച് അറിയണമല്ലോ എന്നുള്ളത് തന്നെയാണ്. ശ്രീകാന്ത്, ഈ ചുട്ട മറുപടി എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോ നമുക്കറിയാലോ മറ്റു മാധ്യമങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിനെ വാനോളം പുകഴ്ത്തുന്നതെന്ന്. ചുട്ട മറുപടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും രാഖിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താണോ ആ ചുട്ട മറുപടി? അതേ മോദി കള്ളം പറയാ കേട്ടോ എന്നതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പ്രതിപക്ഷം ഒരു ദുർബലാവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യം കൂടി. ശ്രീകാന്ത്, ശ്യാമ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ബംഗാളിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും അവിടെയൊക്കെ സ്ത്രീ വോട്ടർമാരുടെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെയധികം സ്ത്രീ വോട്ടർമാർ, ഏതാണ്ട് 3 കോടിക്കടുത്ത് സ്ത്രീ വോട്ടർമാർ ഓരോ സംസ്ഥാനങ്ങളിലും വെച്ച് വോട്ട് ചെയ്യാനുണ്ട് എന്ന്. സ്ത്രീ വോട്ടർമാർക്കിടയിൽ പ്രധാനമന്ത്രി കൂടി ഈ രീതിയിൽ ഒരു പ്രസംഗം നടത്തിയ പശ്ചാത്തലത്തിൽ, പ്രധാനമന്ത്രി ഇത് രാജ്യത്തെ അഭിസംബോധന ചെയ്യുക കൂടി ചെയ്ത പശ്ചാത്തലത്തിൽ അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കോൺഗ്രസിന് നന്നായുണ്ട്. അത് കോൺഗ്രസിന് മാത്രമല്ല തൃണമൂലിനും DMK-ക്കുമുണ്ട്. കോൺഗ്രസിന് നന്നായുണ്ട്. അത് കോൺഗ്രസിന് മാത്രമല്ല തൃണമൂലിനും DMK-ക്കുമുണ്ട്. DMK അതിശക്തമായി ഈ ബില്ലിനെ എതിർത്ത് സംസാരിച്ച് രംഗത്ത് വന്നതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഇത്രയും നാൾ അവരുടെ കുടുംബത്തിനുള്ളിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കൂടുതലായി മാറ്റുരയ്ക്കാൻ എത്തിയിട്ടുള്ളത്. ഈ കനിമൊഴിയൊക്കെ അങ്ങനെ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന ആളുകളാണ്, കുടുംബത്തിൽ നിന്നുള്ളയാൾ എന്ന രീതിയിൽ വന്നയാളാണ്. ഇനി നേരെ മറിച്ചു നോക്കിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശികമായ പാർട്ടിയാണ്.
വനിതകളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണിത്. ഇനി വനിതകളെ താഴെത്തട്ടിൽ മുതൽ ഉയർത്തിക്കൊണ്ടുവരണം, അതിനി വനിതകൾ വേണം. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ കമാന്നൊരക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മമതാ ബാനർജി ശരിക്കും പെട്ടു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. അവര് തന്നെ സ്ത്രീയാണ്, സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ പേര് പറഞ്ഞു വന്ന മുഖ്യമന്ത്രിയാണ്. പക്ഷേ അവർ തന്നെ, അവരുടെ പാർട്ടി തന്നെ കല്യാൺ ബാനർജിയെ പോലെയുള്ള ആളുകളെ കളത്തിലിറക്കി അതിശക്തമായി ഈ ബില്ലിനെ എതിർക്കുന്നത് ബംഗാളിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. അവിടെ അറിയാം, ദുർഗയെ ആരാധിക്കുന്ന, മഹാകാളിയെ ആരാധിക്കുന്ന ജനസമൂഹമാണുള്ളത്. സ്ത്രീത്വത്തെ ആരാധനയോടെ കാണുന്ന, ആരാധിക്കുന്ന, പരമ്പരാഗതമായി ആരാധിക്കുന്ന സമൂഹമാണ് ബംഗാളിലേത്. അവർക്കിടയിലാണ് ഇനി ഈ വിഷയം ചർച്ചയാകാൻ പോകുന്നത്. മമതയെ സംബന്ധിച്ചിടത്തോളം കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും കഴിയാത്ത അവസ്ഥയാണ്. ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി വ്യാജ പ്രചരണം നടത്തി കള്ളം പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. BJPയും നരേന്ദ്രമോദിയും നടത്തിയിട്ടുള്ള, അതും പ്രധാനമന്ത്രിയെ തന്നെ ഈ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യൂക്ലിയർ ബോംബ് ഇടും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താറാണുള്ളത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ BJP പ്രയോഗിച്ചത് ഒരു ന്യൂക്ലിയർ ബോംബ് തന്നെയാണ്. അതായത് പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് കളത്തിലിറക്കി ഈ തിരിച്ചടിക്കുള്ള കുന്തമുന നേരെ പ്രതിപക്ഷത്തിന് നേരെ തൊടുത്തുവിടുന്നത് പ്രധാനമന്ത്രിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടാണ്. ഏറ്റവും ശക്തമായ BJPയുടെ ന്യൂക്ലിയർ ബോംബ് തന്നെ BJP പ്രയോഗിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ചിതറിപ്പോയി എന്ന് പറയാം. കാരണം പ്രധാനമന്ത്രിക്ക് ഇവിടുത്തെ വനിതാ വോട്ടർമാർക്കിടയിൽ, വനിതകൾക്കിടയിലുള്ള സ്വീകാര്യത കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. അവരെ വഞ്ചിച്ചു, അവരെ ഒറ്റി എന്നുള്ളത് പ്രധാനമന്ത്രി കൃത്യമായി തന്നെ വിവരിച്ചും കൊടുത്തിട്ടുണ്ട്. അത് തമിഴ്നാട്ടിൽ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷെ ബംഗാളിൽ അക്ഷരാർത്ഥത്തിൽ ഒരു കാര്യം ഉറപ്പു പറയാം, ബംഗാളിൽ ഇത് വലിയ തോതിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി തന്നെയാകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശ്രീകാന്തിന് ചില വാക്കുകളാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക്, കൃത്യമായി തന്നെ ഈ പേപ്പർ ബോയ്, ഇങ്ങനെ ശ്രീകാന്തിന്റെ പല വാക്കുകളും, അതെ, അത് ഭയങ്കര എന്താ പറയാ, അതിനപ്പുറത്തേക്ക് വിശേഷിപ്പിക്കാൻ ഒന്നുമില്ല. എത്രത്തോളം വലിയ ശക്തിയിലാണ് പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ ആ ഒരു നീക്കം എന്നത് പറയാൻ മറ്റൊരു വാക്കില്ല, അല്ലെ ശ്യാമ? അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അവരിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ്? ഒരു ഇന്ദിര അല്ലെങ്കിൽ ഒരു മമത, അങ്ങനെ ഒന്ന് രണ്ട് പേരുകളല്ലാതെ അവർക്ക് ആരുടെ പേരാണ് കൂട്ടിച്ചേർക്കാൻ? ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ബില്ല് നടപ്പായി എന്നുണ്ടായിരുന്നെങ്കിൽ സാധാരണക്കാരായ എത്രയോ സ്ത്രീകൾ അവരുടെ വിഭാഗത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു സമൂഹത്തേക്ക് പ്രതിനിധീകരിച്ച് മുന്നിലേക്ക് വരേണ്ടതായിരുന്നു, അല്ലേ? എല്ലാത്തിനും അവർ ഒറ്റയടിക്ക് തടയിട്ടു എന്നുള്ളതാണ് ശരിക്കും സങ്കടകരം എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? തീർച്ചയായും ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാടിൻ്റെ പുരോഗതി, നാടിൻ്റെ ഉയർച്ച, ഇതിനെയൊക്കെയാണ് കൃത്യമായി തന്നെ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ കടുത്തിന് കടക്കൽ കത്തി വെക്കുന്ന ആ ഒരു പ്രവണത ഇന്ത്യ സഖ്യം എന്ന് വിളിക്കുന്നത് തന്നെ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇന്ത്യ സഖ്യം എന്ന് വിളിക്കാൻ പാടില്ല എന്ന്. യെസ്,